മാർച്ച് 19 നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഓർമ്മദിനം. പെരിങ്ങഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം യൗസേപ്പിതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അകലങ്ങളിലായി സഞ്ചരിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ താളലയങ്ങളോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു സന്തത സഹചാരി. വിശുദ്ധ യൗസേപ്പിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1 24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചുവെന്ന്. അതെ, തൻ്റെ സ്വാർത്ഥമോഹങ്ങളിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ വിശുദ്ധ യൗസേപ്പിതാവ് ദൈവതിരുമുൻപിൽ അടിയറ വെച്ച് അപരനു വേണ്ടി ജീവിതം ബലിയായി സമർപ്പിച്ച വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിനും ഉണ്ണി മിശിഹായ്ക്കും വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ കുടുംബനാഥന്മാർക്കും ഉത്തമ മാതൃകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ സ്വീകരിച്ചിരിക്കുന്നവരാണ് നാമൊക്കെ. ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ പെരിങ്ങഴ കോൺവെൻറ്റും അതിനോടനുബന്ധിച്ച് നടത്തുന്ന അഗതി മന്ദിരവും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പെരിങ്ങഴയിലായിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഇപ്രകാരമായിരുന്നു. വളരെ മഴയുള്ള ഒരു സമയം. അമ്മച്ചിമാരുടെ തുണികളൊക്കെ ഉണങ്ങിയെടുക്കാൻ ഞങ്ങളേറെ കഷ്ടപ്പെട്ടു. കുറച്ച് നൈറ്റികൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതിനടുത്ത 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും അവരുടെ ഒരു പ്രത്യേക നിയോഗാർത്ഥം ഈ ഭവനത്തെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഈ ഭവനത്തിലുള്ള അമ്മച്ചിമാർക്കെല്ലാം ആവശ്യമായ നൈറ്റികൾ ഞങ്ങൾ തന്നുകൊള്ളാമെന്നാണ്. അത് കേട്ട മാത്രയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹമാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളിൽ ഒരിക്കലും നമ്മളിൽ നിന്ന് അകലെയല്ല അദ്ദേഹം. യൗസേപ്പിതാവിൻ്റെ ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിച്ചാൽ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം: സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് യാത്ര ചെയ്തവൻ, സ്വാർത്ഥമോഹങ്ങളിൽ നിന്ന് ആത്മീയ സ്നേഹത്തിലേക്ക് സഞ്ചരിച്ചവൻ, സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അപരന് വേണ്ടി ബലിയായി തീർന്നവൻ, നിസ്സാരമായ ലോകസുഖങ്ങളിൽ നിന്ന് നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തവൻ. അതെ, അതാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഈ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥവും അനുഗ്രഹവും നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ. നന്ദി.